ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ അവിടുന്ന് 15 കിലോമീറ്ററുള്ള ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്ക്. പക്ഷേ ഞാൻ ഇത്രയും കാലമായിട്ടേ പോയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ എനിക്കത്ര വലിയ സംഭവമായി തോന്നില്ല. പക്ഷേ അവിടേക്ക് പോണ വഴിയുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കാണാൻ. അതേപോലെ ഇതന്നെ പോകാൻ കാരണം പിന്നെ നമ്മുടെ പാപ്പുക്കുട്ടനെ ഭയങ്കര വാശി, കണ്ടേ പറ്റുമെന്ന്. അപ്പോൾ ഒരു നട്ടുച്ച സമയത്ത് തന്നെ പോയി. രണ്ട് മണിക്കാണ് അവിടെ ഓപ്പൺ ആകുക. പക്ഷേ ഞങ്ങൾ 2:20 ആയപ്പോഴത്തേനും അവിടെ എത്തി. അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ നല്ല പറ്റിയ സമയമായിരുന്നു. പിന്നെ ഉച്ചയായതുകൊണ്ട് വെയിലിൻ്റെ ഇച്ചിരി ശല്യം ഉണ്ടായി. മഴക്കാറുണ്ടായതുകൊണ്ട് അതും വല്ലാതെ ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വന്ന് അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ അവിടെ കൊടുത്തിട്ട കളറുകളുണ്ട്, അത് ഭയങ്കര മനോഹരമാണ് കാണാൻ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കും അവിടെ ഇഷ്ടപ്പെടാൻ സാധ്യത. 2 പേർക്കും പറ്റുന്ന വിധത്തിലുള്ള തന്നെ. കാരണം അവിടുത്തെ അഗ്രികൾച്ചർ ഫാം, പിന്നെ തൈകളൊക്കെ നമുക്ക് പറ്റിയത് പർച്ചേസ് ചെയ്യാം. പിന്നെ പക്ഷികളെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അത്യാവശ്യമുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ. നമുക്ക് കുട്ടികളായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെ. എന്നാൽ കുറേ ദൂരമല്ല ഞങ്ങളെന്ന് സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതന്നെ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവന് സിപ്പ് ലൈനിൽ കയറണം എന്നൊരു ആഗ്രഹം. സിപ്പ് ലൈനിൽ കയറുക എന്ന് പറഞ്ഞപ്പോൾ അവർ എത്ര പൈസ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവർ 2 കുട്ടികളാണ് അവനെ ഈ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ ചെയ്യണത്. അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അവിടെ എല്ലാ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മക്കളെ അവിടേക്ക് പറയാം. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അതുകൊണ്ട് പാപ്പു സിപ്പ് ലൈനിൽ ചാടിപ്പടഞ്ഞ് കയറി. പക്ഷെ കയറാൻ പോകുന്നില്ല ആവേശമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയാണ്ട് സിപ്പ് ലൈനിൽ കൂടി പോകാനും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ പറയുന്നത് ഭയങ്കര ടെൻഷനായി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ മാറി. പിന്നെ അതിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ എടുത്തു. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഭംഗി തോന്നുന്നത്. പിന്നെ കുറേ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ കുറേ എടുത്തു. കാരണം എത്ര എടുത്തിട്ട് നമുക്ക് മതി വരികയല്ല. പിന്നെ കുറേ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളും പൂർത്തീകരിച്ചിട്ടില്ല എപ്പോഴും. പിന്നെ സിപ്പ് ലൈൻ മാത്രമല്ല, പിന്നെ പ്രെയർ ഹാള്, അതേപോലെ തന്നെ ചെറിയ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം അങ്ങനെ അവൈലബിളാണ് അവിടെ. മുകളിൽ ഭാഗത്ത് പിന്നെ അതുപോലെ കോഫി, ഐസ്ക്രീം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പാറപ്പുറത്ത് കൂടി നടക്കാനൊരു ഇതുണ്ട്. അത് ഇച്ചിരി ഒരു അഡ്വഞ്ചേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ പാറ വഴിക്കുമെന്നൊരു പേടിയായില്ല. ആൾക്കാർക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് കയറി. അങ്ങനെ അതിലേക്ക് പോയി മൊത്തം കറങ്ങി ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേന് പിന്നെ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യമായതുകൊണ്ട് തിരിച്ചു പോന്നു. ഇനി ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം പോവാം, എല്ലാവരും പാടെ പോവാമെന്നുള്ളൊരു ഇതിലാണ് പോയത്. അപ്പോൾ നമ്മൾ പോണത് ഏതായാലും നമുക്ക് നഷ്ടമായി തോന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെടും. നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫാമിലിയായിട്ട് എപ്പോഴും പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എന്നാൽ കൂടുതൽ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ തൊട്ടടുത്തും തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.